എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാരി മീ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കാരണം കഴിക്കുന്ന ആൾ പ്രപ്പോസ് ചെയ്യും എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇത് വന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വെസ്റ്റേൺ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എങ്കിൽ കൂടി ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാം. അപ്പോൾ എൻ്റേതായ രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓത്തൻറ്റിക് റെസിപ്പി കുറച്ചുകൂടെ ഫ്ലേവർ കുറവും അതുപോലെ തന്നെ സ്പൈസൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ തൈസാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ തൈസ് അല്ലാന്നുണ്ടെങ്കിൽ ബോൺലെസ് പീസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി എല്ലോട് കൂടിയിട്ടുള്ളതായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ പാപ്രിക്കയും ചേർക്കുന്നുണ്ട്. പാപ്രിക്ക എന്ന് പറയുന്നത് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചാണ്. അതുണ്ടെങ്കിൽ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിപ്പൊടിയും ചേർക്കാം. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെളുത്തുള്ളിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താൽ മതി. അതായത് വെളുത്തുള്ളി അരച്ചിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിപ്പൊടിയിൽ ഉപ്പും കൂടെ ചേർന്നിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം പാപ്രിക്ക ഞാൻ ചേർത്തു എന്ന് പറഞ്ഞു. അതിന് എരിവ് കുറവാണ്, കളറും കുറവാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ മാറ്റിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്ലേവറും എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരം റിയൽ ആയിട്ടുള്ള റെസിപ്പിയിൽ പാഴ്സ്ലി ലീവ്സാണ് എടുക്കുന്നത്. ഇനി ഒരു കാസ്റ്റ് അയണിൻ്റെ കടായി ചൂടായി വന്നപ്പോൾ ഒരു 2 സ്പൂൺ എണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിലോ ബട്ടറിലോ ആണ് ഇത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു സൈഡ് കുക്ക് ചെയ്യാനായിട്ട് 5 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ. കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഞാനീ പറഞ്ഞിരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. 2 സൈഡിലും 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ആദ്യം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി കൂടുതൽ വേണം, അപ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഈ കറിക്ക് കിട്ടുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ പൊടിയായിട്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇതൊരു വെസ്റ്റേൺ ഇറ്റാലിയൻ സ്റ്റൈലുള്ളൊരു റെസിപ്പിയാണ്. അതിൽ നമ്മൾ ഇറ്റാലിയൻ ഹെർബ്സൊക്കെയാണ് ചേർക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിസ്സ സീസണിംഗ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉള്ള പൊടികൾ കുറേശ്ശെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതായത് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക്, പിന്നെ കുറച്ച് പാപ്രിക്കയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ സൺ ഡ്രൈ ടൊമാറ്റോ ആണ് ചേർക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ ടൊമാറ്റോയുടെ ഒരു സോസാണ് ചേർക്കുന്നത്. അതായത് പാസ്തയ്ക്കൊക്കെ എടുക്കുന്ന തക്കാളിയും ഗാർലിക്കും കൂടെ ഇട്ടുള്ള ഒരു സോസാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തക്കാളി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് ചേർത്താലും മതി. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ക്രീമാണ് ചേർക്കുന്നത്. ക്രീം അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം. ക്രീം ഇല്ലാത്തവർക്ക് പാല് ചേർത്താലും മതി. നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രേവി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില അല്ല റിയൽ ആയിട്ടുള്ള റെസിപ്പിയിൽ ചേർക്കുന്നത്, പാഴ്സ്ലി അല്ലാന്നുണ്ടെങ്കിൽ ബേസിൽ ലീവ്സ് ആണ്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചീസും ഒക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു ചിക്കൻ പീസ് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അത് ബാക്കി ഇതിൽ കിടന്നിട്ടാണ് വേവുന്നത്. ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ ചിക്കൻ പീസ് ഇതിൽ കിടന്നൊന്ന് വേവിച്ചെടുക്കാം. ആ ഗ്രേവിയൊക്കെ ചിക്കൻ്റെ പീസിൻ്റെ മുകളിലേക്കൊന്ന് തവി വെച്ചിട്ടൊന്ന് കോരി വെച്ച് കൊടുക്കാം. ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാസ്തയാണ് കുട്ടികൾക്ക് സെർവ് ചെയ്തത്. അപ്പോൾ പാസ്ത തിളപ്പിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോൾ പാസ്ത റെഡിയായി. പാസ്തയുടെ കൂടെയാണ് സെർവ് ചെയ്തത്. നമ്മളിത് ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ളൊരു ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്